ഈ വീഡിയോയിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ്. IRGCയുടെ സ്റ്റേറ്റ് TV സ്റ്റേഷൻ അടിച്ച് തകർത്തിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ് കെട്ടുകഥകളും അതുപോലെ IRGCക്ക് വേണ്ടിയിട്ടുള്ള വാർത്തകൾ മെനയുന്ന സ്ഥലമാണിത്. പ്രത്യേകിച്ച് ഇറാൻ്റെ ജനങ്ങളിൽ തന്നെ ഒരു വേർതിരിവ് ഉണ്ടാക്കാൻ ഇവർ വളരെ മിടുക്കരാണ്. ആ സ്റ്റേഷനാണ് അടിച്ച് തകർത്തിരിക്കുന്നത്. ഇസ്രായേൽ ഇപ്പം അടുത്ത റൗണ്ട് അറ്റാക്ക് തുടങ്ങിയിരിക്കുകയാണ്. തെഹ്റാനിലാണ് ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. മാസീവായിട്ടുള്ള അറ്റാക്കാണ് നടത്തുന്നത്. പല തരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഐസ് ബ്രേക്കർ മിസൈൽ വരെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫുട്ടേജ് ഐസ് ബ്രേക്കർ മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇവിടെ ഞാൻ ഫുട്ടേജായിട്ട് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇന്ന് രാവിലെ തൊട്ട് നടക്കുന്ന അറ്റാക്കുകളാണ് ഇറാൻ്റെ ഉള്ളിൽ. അതുപോലെ ഇറാനാണെങ്കിൽ നെയ്ബർഹുഡ് കൺട്രീസ് എന്ന് പറഞ്ഞ് തൊട്ടടുത്ത് കിടക്കുന്ന അയൽ രാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഖത്തറിനെ ഏറ്റവും കൂടുതൽ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഖത്തറിൻ്റെ ആ ഒരു സ്കൈലൈൻ ഏത് തരത്തിലാണ് പുകപടലങ്ങൾ അടിഞ്ഞുകൂടുന്നെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. പക്ഷെ അതേസമയം തെഹ്റാൻ്റെ സ്കൈലൈനിലും ഇതേ അവസ്ഥയാണ്. അത്തരത്തിലാണ് ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്നിട്ട് തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ തെഹ്റാൻ്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്റ്റോക്ക് പൈൽസ് അഥവാ മിസൈൽ മാനുഫാക്ചറിങ് തടയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഒരു ഇലുസ്ട്രേഷൻ വീഡിയോ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഇതാണ് ഇറാൻ്റെ അവരുടെ തലസ്ഥാന നഗരത്തിൻ്റെ അവസ്ഥ. അമേരിക്ക ആണെങ്കിൽ ലെബനാൻ്റെ അതേപോലെ തന്നെ ദോഹയിലുള്ള ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെല്ലാമുള്ള US എംബസിക്ക് കൃത്യമായിട്ടുള്ള വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അലേർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രസ്താവനയിൽ പറയുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ തന്നെ അവർ ആശ്രയിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അതുപോലെ തന്നെ US ബേസ് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും അമേരിക്കൻ സോൾജേഴ്സ് തന്നെയാണ് എംബസിക്ക് പ്രൊട്ടക്ഷൻ അയച്ചിട്ടുള്ളത്. അതേപോലെ പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ലെബനാനിലൊക്കെ ലെബനാൻ ആർമി തന്നെയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് US എംബസിക്ക്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ വന്ന് പതിക്കുന്ന മിസൈലുകളുടെ ആ ഒരു വലിപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. അതായത് ഇത് ഡെബ്രിയാണ്. ഒരു മിസൈലിൻ്റെ ഡെബ്രി വന്ന് വീണിട്ട് ആ ഡെബ്രിയുടെ അളവ് നിങ്ങൾ നോക്കിക്കോളൂ. മാസീവായിട്ടുള്ള മിസൈലുകളാണ്. ഇത്തരത്തിലുള്ള മിസൈലുകളാണ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ വന്ന് പതിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 1-2 മിസൈലുകൾ വീഴുമ്പോഴത്തേക്കും ഇസ്രായേലിൻ്റെ ഉള്ളിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ഇത് ശരിക്കും ഇസ്രായേൽ പോയി ഫൈറ്റർ ജെറ്റിൽ പോയി ഇടുന്ന മിസൈൽ പോലെയല്ല ഇറാൻ അയക്കുന്ന മിസൈലുകൾ. മാസീവായിട്ടുള്ള മിസൈലുകളാണ്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ വളരെ വലുതാണ്. ഇന്ന് തന്നെ ഏതാണ്ട് 9 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒറ്റ മിസൈൽ ആക്രമണത്തിൽ. അപ്പം ഇത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് തകൃതിയായിട്ട് നടക്കുന്നത്. അപ്പം ഈ ആക്രമണങ്ങളെ പെരുപ്പിച്ചും പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. അതായത് ചെറിയ നഷ്ടം വന്നാലും കുഴപ്പമില്ല. ഈ സാഹചര്യത്തിൽ ഇറാൻ്റെ IRGC റെജീമിനെ തകർത്ത് കളഞ്ഞിട്ടേ അവർക്കൊരു റെസ്റ്റ് ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇത് ഇസ്രായേലിൽ മിസൈൽ വീണ ഒരു സ്ഥലമാണ്. ബെയ്ത് സിമേഷ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മിസൈൽ വന്ന് പതിച്ചത്. അവിടെയാണ് 9 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട്. UAE 3 പേർ ഇതുവരെ ഈ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നിരവധി പേർക്ക് പരിക്കും ഉണ്ടായിട്ടുണ്ട്. ഈ വീഡിയോ IDF പുറത്തിറക്കിയതാണ്. അതായത് എങ്ങനെയാണ് അവർ അറ്റാക്കിന് പ്ലാൻ ചെയ്തത്, ഏത് റൂട്ടിലാണ് പോയത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് 100 ഫൈറ്റർ ജെറ്റുകൾ ലെഫ്റ്റ് റൈറ്റ് തെഹ്റാനെ എയിം ചെയ്താണ് പോയത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഇറാഖിൻ്റെ എയർ സ്പേസിലൂടെയാണ് ഇവർ അകത്തേക്ക് കടന്നത്. എയർ സുപ്പീരിയോറിറ്റി അവർക്ക് അങ്ങനെയാണ് കിട്ടിയത്. അതിലൂടെയാണ് അവർ കൃത്യമായിട്ട് പോയിട്ട് തെഹ്റാനെ ടാർഗറ്റ് ചെയ്ത് ഒരു റൗണ്ട് അടിച്ച് വന്നത്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ റൗണ്ട് ഓഫ് അറ്റാക്ക് നടത്തിയിട്ടാണ് ഇന്നലെ ഇറാൻ്റെ ഉള്ളിൽ ആക്രമണം നടത്തിയത്. പ്രത്യേകിച്ച് ആയുധ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ അത് ഇത്തരത്തിലായിരുന്നു എന്നുള്ളതാണ് IDF പറയുന്നത്. ഇപ്പോൾ IDF അവർ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ ടാർഗറ്റ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ അത് തുടങ്ങിയതിനെ തുടർന്ന് ഏതാണ്ട് 3000 സർഫസ് ടു സർഫസ് മിസൈലുകളാണ് പ്രിവെൻറ്റ് ചെയ്തത് ഇതുവരെ. അതിലുപരിയായിട്ട് 1500 മാനുഫാക്ചറിങ് കൂടി അവർക്ക് തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ഓപ്പറേഷൻ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ 2028 8000 ബാലിസ്റ്റിക് മിസൈലുകൾ ഇത്തരത്തിലുള്ള ഞാൻ കാണിച്ച വലിയ വലിയ ഇത്തരത്തിലുള്ള മിസൈലുകൾ ഇറാൻ്റെ പക്കലുണ്ടാവും. അന്ന് ഒരിക്കലും ഇറാനെ തടയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ ലോകം മാറും എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇറാനിയൻ ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുൾ റഹീം മോസവി കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത ഇസ്രായേലിൻ്റെ പക്കൽ നിന്ന് വരുന്നുണ്ട്. എലിമിനേറ്റഡും തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിനോടൊപ്പം IRGCയിൽപ്പെട്ട സീനിയർ സ്റ്റാഫുകളുടെ ലിസ്റ്റും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ
ടോട്ടൽ വാറാണ്. അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടും യൂറോപ്പുമായിട്ടും ഞങ്ങൾ ടോട്ടൽ വാറിലാണ്. പുള്ളിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത് അവര് ഇറാനെ കൺട്രോളിലെടുക്കാൻ, ഈ റീജിയനെ അവർ കൺട്രോളിലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. സോ ഞങ്ങൾ ടോട്ടൽ വാറിലാണെന്നാണ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് സീനിയർ അഡ്വൈസർ IRGCയുടെ മുഹമ്മദ് റേസ നഖ്വി പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ഇനിയും ഞങ്ങളെ നിങ്ങൾ 0% എൻറിച്ച്മെന്റിലേക്ക് നിങ്ങൾ നിർബന്ധിക്കേണ്ട, ഞങ്ങൾ അതിന് വഴങ്ങില്ല. ഇനി നിങ്ങൾ അഥവാ ഞങ്ങളെ ഈ 0% എൻറിച്ച്മെന്റിന് വേണ്ടിയിട്ട് യുറേനിയം എൻറിച്ച്മെന്റിന്റെ പേരിൽ നിങ്ങൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഇത് കോൺസിക്വൻസ് ഇതിലും വലുതായിരിക്കുമെന്നാണ് പറയുന്നത് പുള്ളിക്കാരൻ. അതിനെ ശരിവെക്കുന്ന രീതിയിൽ അലി ഫദ്ദാവി എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി കമാൻഡർ ഓഫ് IRGC പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഓവർനൈറ്റിൽ 2000 മിസൈല് ഒറ്റയടിക്ക് വിടും, 1 ഷോട്ട്. പിന്നെ ഇസ്രായേലിന് തിരിഞ്ഞു നോക്കാനൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇസ്രായേലിനെ തൂത്തുപിറക്കി കളയും, 2000 മിസൈൽ തുരുതര വിടും. ഇസ്രായേൽ വിൽ ബി കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കാരൻ. അതായത് ഒറ്റയടിക്ക് 2000 മിസൈൽ വിട്ട് തൂത്തുപിറക്കി കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ടും ഇതേ ഭീഷണി അവർ ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നഷ്ടം ഇറാന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൽ ഉണ്ടാകുന്നുണ്ട്. ഇസ്രായേലിന് കൃത്യമായിട്ട് മിസൈലുകൾ 2 മിസൈൽ പതിച്ചപ്പോൾ തന്നെ ഇസ്രായേലിന് വൻ നാശനഷ്ടങ്ങളാണ്. പക്ഷെ എന്നിരുന്നാലും ഇറാന്റെ ഉള്ളിൽ ഇറാന് സംഭവിച്ചിരിക്കുന്നത് വൻ നഷ്ടമാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അലി നസ്രാദെ എലിമിനേറ്റഡ്. അതുപോലെ തന്നെ മിലിറ്ററി ബ്യൂറോയുടെ സുപ്രീം ലീഡർ അലി ഖമനേയി, മുഹമ്മദ് ഷിറാസി അയാൾ എലിമിനേറ്റഡ് ആണ്. അതുപോലെ അലി ഷംഖാനി എലിമിനേറ്റഡ് ആണ്. അതുപോലെ മുഹമ്മദ് പക്പൂർ എലിമിനേറ്റഡ്. അതുപോലെ തന്നെ ഇന്റലിജൻസ് ചീഫ് കമാൻഡർ സാലെ അസാദി. ഇങ്ങനെ നിരവധി പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലിസ്റ്റുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നിലവിലെ ഇറാന്റെ ഉള്ളിലുള്ള സാഹചര്യം. IRGC വല്ലാത്ത രീതിയിലുള്ള അട്രോസിറ്റീസ്, അതിക്രമങ്ങൾ ഇറാന്റെ ഉള്ളിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ 1-2 ഫൂട്ടേജസ് ഒക്കെ പുറത്ത് വരുന്നുണ്ട്. ഇന്റർനെറ്റ് ലിമിറ്റഡ് ആണ്, റെസ്ട്രിക്റ്റഡ് ആണ് മെജോറിറ്റി ഏരിയകളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിലുള്ള മീഡിയ എന്ന് പറഞ്ഞാൽ അവർക്ക് മിഡിൽ ഈസ്റ്റിലുള്ള വാർത്തകൾ മാത്രമാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഏറ്റവും കൂടുതൽ പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിലുപരിയായിട്ട് കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ ഉള്ളിലും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഉള്ളിലുമാണ്. കാരണം ഇസ്രായേലിലാണ് മിസൈൽ 2 പതിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് അതും വലിയ ബാലിസ്റ്റിക് മിസൈലുകളാണ് പതിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ തബ്രീസ് എന്ന് പറഞ്ഞ സ്ഥലം എന്തുകൊണ്ടാണ് IRGC ടാർഗറ്റ് ചെയ്തത് എന്നതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ തബ്രീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതേപോലെ അണ്ടർഗ്രൗണ്ട് മിസൈൽ ഗോഡൗൺ അവർ വെച്ചിട്ടുണ്ട്. ഈ ഗോഡൗണിൽ നിന്നും ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ ലോഞ്ച് പാഡുകളോട് കൂടിയുള്ള വെഹിക്കിൾസ് പുറത്തു വന്ന് നിർത്തിയിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് മിസൈൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്നാണ് ശരിക്കും തബ്രീസ് ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തിയത് ഇസ്രായേൽ. അപ്പോൾ തബ്രീസ് ആക്രമിക്കുന്നത് എന്തിനാണെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷനാണ് അവർ ഈ വീഡിയോയിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്നത് IRGC ഉദ്യോഗസ്ഥർ, ഈ സോൾജേഴ്സ് എന്ന് പറയുന്ന IRGC ഉദ്യോഗസ്ഥർ ഇറാന്റെ ഉള്ളിൽ നടത്തുന്ന അട്രോസിറ്റീസ് ആണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ ലണ്ടനിൽ ജൂസും അതുപോലെ റെസ പെലവിയെ അനുകൂലിക്കുന്ന ഇറാനിയൻസും കൂടി ഒരുമിച്ച് സെലിബ്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സെലിബ്രേഷൻ മാത്രം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഇറാനിൽ ആയത്തുല്ല ഖമനേയിയുടെ മകനായിട്ടുള്ള മുജ്തബ ഖമനേയി ചുമതലയേറ്റിട്ടുണ്ട് പുതിയ സുപ്രീം ലീഡറായിട്ട്. ഈ മുജ്തബ ഖമനേയിയെ കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധം നടന്ന സമയത്ത് തന്നെ സെലക്ട് ചെയ്തതാണ്. ആയത്തുല്ല ഖമനേയി തന്നെയാണ് സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ എന്നാൽ ഇപ്പോൾ ആയത്തുല്ല ഖമനേയിയുടെ അഭാവത്തിൽ പുള്ളിയുടെ മകൻ മുജ്തബ ഖമനേയി ചുമതലയേറ്റിരിക്കുകയാണ്. പക്ഷേ മുജ്തബ ഖമനേയിയും ഇസ്രായേലും അമേരിക്കയും ടാർഗറ്റ് ലിസ്റ്റിൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഇറാൻ കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ആക്രമണം നടത്തുന്നത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. കാരണം ഇൻഡയറക്റ്റ് ആയിട്ട് ഇറാന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സപ്പോർട്ടും ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. ഇറ്റ് മീൻസ് ഇറാൻ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആണ്. ഇതിൽ ശരിക്കും സൗദി അറേബ്യയ്ക്കുള്ളിൽ റിഫൈനറിയിൽ ഇറാൻ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. അതായത് ആ റിഫൈനറി ഇന്നലെ ഓവർനൈറ്റ് നിന്ന് കത്തുകയായിരുന്നു. ഇത് സൗദി അറേബ്യയെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ ഇപ്പം കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം മിഡിൽ ഈസ്റ്റിലുള്ള മറ്റൊരു രാജ്യങ്ങളും തന്നെ ഇപ്പം ഇറാനെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നുള്ള നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതാണ് ഇപ്പം നിലവിലെ മിഡിൽ ഈസ്റ്റിലെ അന്തരീക്ഷം. ഇറാൻ ഐസൊലേറ്റഡ് ആണ്. എന്തായാലും തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ അവർ ചെയ്യും. അതിനുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഭീഷണി ഒഴിഞ്ഞിട്ടില്ല, ഭീഷണിയുണ്ട്. ആകെയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലും അമേരിക്കയും തുരിതര ഇറാന്റെ ഉള്ളിലേക്ക് ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഈ മിസൈൽ ലോഞ്ച് പാഡുകൾ അറ്റാക്ക് ചെയ്ത് തകർത്ത് കളയുക എന്നുള്ളതാണ്. അത് എയിം ചെയ്ത് തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും
യുദ്ധം മുന്നോട്ട് നയിക്കുന്നത്. അതുപോലെ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൻ്റെ അടുത്തുകൂടെ വന്ന ഒരു ടാങ്കർ ഫ്ലീറ്റ്, ഇത് ഷാഡോ ഫ്ലീറ്റ് എന്നാണ് പറയുന്നത്. ഈ ഷാഡോ ഫ്ലീറ്റിലേക്ക് ഇറാൻ ആക്രമണം നടത്തി. അതിനകത്ത് 2 പേരുണ്ട്. ആ 2 പേരെ റെസ്ക്യൂ ചെയ്യുന്ന റെസ്ക്യൂ മിഷൻ നടക്കുകയാണ്. അതോടൊപ്പം ആ ഷാഡോ ഫ്ലീറ്റ് ഏതാണ്ട് മുങ്ങുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഇറാനാണ് അറ്റാക്ക് നടത്തിയത്. തീർച്ചയായിട്ടും അവർ അബ്രഹാം ലിങ്കൻ അതേപോലെ തന്നെ ഡിസ്ട്രോയർ ഫ്ലീറ്റുകൾ, ഈ അബ്രഹാം ലിങ്കന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വരുന്ന ഫ്ലീറ്റുകളെ അവർ അങ്ങനെ അമേരിക്കൻ ഡിസ്ട്രോയർ ഷിപ്പിന് മേളിൽ ഒരു മിസൈൽ വന്ന് പതിച്ചു. അതിൽ 3 അമേരിക്കൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇപ്പം സെൻകോം കൺഫേം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് രാത്രി B-2 ബോംബർ എടുത്തുകൊണ്ടുള്ള ആക്രമണത്തിനും റെഡിയാകുകയാണ്. B-2 ബോംബർ ഗെറ്റിംഗ് റെഡി ഫോർ ദ നെക്സ്റ്റ് അറ്റാക്ക്. ആ വാർത്തയും കൂടി സെൻകോമിൻ്റെ പക്കൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോഴത്തേക്കും അടുത്ത അപ്ഡേറ്റ്സ് തരാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.